അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ടു ഷെമിബാസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു അബുദാബി ട്രിപ്പാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി വരുന്നുണ്ട്. പിന്നെ എൻ്റെ പെങ്ങളുടെ മകൻ ഷാറൂഖ് ഉണ്ട്. പിന്നെ എൻ്റെ ഉപ്പയുടെ അനിയൻ്റെ മകൻ മൻസൂർ കണ്ടത്തിലും കൂടി ഉണ്ട്. അബുദാബിയിലേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അബുദാബിയിൽ എൻ്റെ മച്ചുനിയൻ അസൈനാർ പനത്തിരി ഉണ്ട്. അസൈനാർ പനത്തിരിന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അസൈനാർ പനത്തിരിയും ഭാര്യ ആരിഫയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ് നാളെ ഫെബ്രുവരി 16. അപ്പോൾ ഞങ്ങളൊരു സർപ്രൈസ് ഒരു വിസിറ്റ് കൊടുക്കുകയാണ്. അപ്പം മൻസൂർ ഉംറയെല്ലാം കഴിഞ്ഞ് നാട്ടിലുണ്ടായിരുന്നു. അപ്പം മൻസൂർ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അവന്റെ കയ്യിൽ ആരിഫ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് അസ്നാണ് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. പിന്നെ ഞങ്ങൾ കുറച്ച് ഒരു കേക്കെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഫ്ലോപ്പ് ആവുമൊന്നും അറിയില്ല. അപ്പോൾ അവിടെ വെച്ച് കാണാം. അബുദാബിയിലെ മുസഫയിലാണ് ഞങ്ങൾ അച്ചാറു എന്ന് വിളിക്കുന്ന ഹസൈന താമസിക്കുന്നത്. എനിക്കിവിടെ നിന്നും ഒരു 1.5 മണിക്കൂർ യാത്ര. വൈകിട്ട് 5 മണിയോടുകൂടി ഞങ്ങൾ പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഒരു കേക്കും വാങ്ങണം. ആദ്യം എവിടെ പോന്നേ? എന്ത് ആദ്യം എവിടെ പോന്നേ? അൻസിന്റെ ഫാദർ സർപ്രൈസ് ചെയ്യാൻ പോകുന്നു. എന്തിനാ സർപ്രൈസ് ചെയ്യുന്നേ? വെഡിങ് ആനിവേഴ്സറി. ഓക്കെ. സ്ഥിരമായി ഞാൻ കേക്ക് വാങ്ങാറുള്ള ദിബ്ബ ബേക്സിൽ നിന്നുമാണ് ഇപ്രാവശ്യവും വാങ്ങുന്നത്. കാരണം ഇവരുടെ ഏത് കേക്ക് കഴിച്ചാലും പ്രത്യേക രുചിയാണ്. ആരിഫ റെഡ് കളർ കേക്ക് വാങ്ങണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നലെ വാലന്റൈൻസ് ഡേ ആയിരുന്നതിനാൽ റെഡ് കളർ കേക്ക് ഒക്കെ തീർന്നിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന റെഡ് വെൽവെറ്റ് കേക്ക് മാത്രമായിരുന്നു. അത് വാങ്ങിച്ച് പേരെഴുതാൻ കൊടുത്തു. ഇനി മൻസൂറിനെ കൂട്ടുവാനുണ്ട്. നമ്മള് മൻസൂറിനെ കൂട്ടാൻ വേണ്ടി പോവാന്ന്. പക്ഷെ നല്ല ട്രാഫിക്. മൻസൂർ കുറെ സ്നാക്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അബുദാബിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇതൊന്നും നിങ്ങക്ക് ഇതൊന്നും ആദമേ എന്നാ കുടിക്കണം. നിർബന്ധമായി കുടിക്കണം. അബുദാബി എത്തി. ഇതാണ് അച്ചാറിന്റെ ഓള് കൊടുത്തയച്ച ഗിഫ്റ്റ്. ഞാനും കുടിക്കണം. ഞാൻ കേക്ക് ഉണ്ട്. കേക്ക് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് കേക്ക് അലിഞ്ഞു പോകേണ്ട വെച്ചാണ്. അപ്പൊ അച്ചാറ് നമുക്ക് ഇടത്തേക്ക് വരുത്തേക്കേണ്ട പരിപാടിയിലുള്ളത്. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് കേക്ക് പൊട്ടിച്ച് സർപ്രൈസ് ആക്കാനാണ് ഉള്ളത്. നോക്കാം. ആരിഫാക്കാൻ വേണ്ടി ചെയ്യുന്ന ത്യാഗമാണ്. ഹലോ ഗൈസ്. പക്ഷേ ഹസൈനാറിന്റെ ജ്യേഷ്ഠൻ അസീസ് പ്ലാൻ ബിയുമായി വന്നു. കാരണം നമ്മുടെ നാട്ടുകാരായ കുറച്ചുപേര് അസീസിന്റെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ആനിവേഴ്സറി ആയതുകൊണ്ടല്ല കേട്ടോ. ഇന്ന് എല്ലാവർക്കും ഓഫ് ഡേ ആണ്. അവരൊന്ന് വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാണ്. ഗൈസ്, നമ്മള് പ്ലാൻ ഇവിടെ നമ്മുടെ പ്ലാൻ ചെയ്യുന്ന മെയിൻ ആളാണ് ഇവിടെ. നമ്മള് അസീസിന്റെ വർക്ക്ഷോപ്പിന്റെ മുമ്പില് അച്ചാറുണ്ട്. അപ്പൊ ഞങ്ങൾ വർക്ക്ഷോപ്പിന്റെ ബാക്കിലേ പോയിട്ട് വർക്ക്ഷോപ്പിന്റെ അകത്ത് കയറാനാണ് ഇപ്പൊ പ്ലാൻ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് വർക്ക്ഷോപ്പിന്റെ അകത്തേക്ക് അസീസ് കൂട്ടിക്കൊണ്ടിരുമ്പോ സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് ഊതിക്കൂടാ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇപ്പം വരും അസീസ്. അസ്നാർ ഇപ്പം വരും. കമ്മിങ്
सब है सुबह है तू ही दिन है मेरा तू ही मेरा रब है जहाँ है तू സുഗന്ധി പോലുള്ള സുൽത്താൻ കണ്ണടി സ്വർണ്ണത്തേരിൽ മെഹന്തി നിറമുള്ള പോലുള്ള കണ്ണടി സ്വർണ്ണത്തേരിൽ മഴവില്ല മധുരത്തിനിയുള്ള മധുരത്ത മാരൽ വന്നേ ആ ഗയാ ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ മൻസൂറിന്റെ കൈവശം കൊടുത്തുവിട്ട ആരിഫയുടെ ആ ഗിഫ്റ്റ്. ഞങ്ങളുടെ അടുത്ത ബന്ധുവായ ബലാന്തൂരിലെ അദ്രാൻചാന്റെ മകൾ സുമയ്യയുടെ സുമിസ് ക്രാഫ്റ്റ് വകയാണ് ഗിഫ്റ്റ് പാക്ക് ഡിസൈൻ ചെയ്തത്. പക്ഷെ അത്രയ്ക്ക് നല്ല ഭാഗ്യമുണ്ട് മൻസൂർ मेरी दुनिया आंखें तेरी शबनम चेहरा तेरा आईना तू है उदासी भरी कोई हंसी रास्ता आंखें तेरी शबनम चेहरा तेरा आईना तू है उदासी भरी कोई हंसी रास्ता ആരിഫാണ് എന്ത് പറയാനുള്ളത്? അങ്ങനെ അച്ചാറിന്റെ വക ഫുഡാണ് നമുക്ക് അസ്ലാന്റെ വക ഫുഡ് ഇവര് ആക്കും ബ്ലോഗർ എന്നാലും പറഞ്ഞിട്ട് ബ്ലോഗറിന് ഫുഡ് ഫ്രീ ഉണ്ട്. दिल में है क्या कुछ तो बता क्यों है बना खुद से खफा सब है सुबह है तू ही दिन അസൈനാറിന്റെ വകയുള്ള ഫുഡ് നമുക്ക് നല്ലൊരു ഭയങ്കര ഫുഡായിട്ടാ ചെമ്മീനുണ്ട്. മീനെ പൊക്കി വലിയ മീൻ നമുക്ക് വാവ് സൂപ്പർ. നടുക്ക് വലിയ വേറൊരു മീനുണ്ട്. ഇവിടെ വലിയൊരു ക്രാബ് ഉണ്ട്. ചെലന്തിയ ഇത് കറക്റ്റ് എനിക്ക് കിട്ടിയില്ലേ ഭയങ്കര ടെൻഷനാണ്.
ഫസ്റ്റ് ഷബീർ, സെക്കൻഡ് ഇഞ്ചോട് ഇഞ്ച് പൊറാട്ട. അങ്ങനെ പിന്നെ എങ്ങനെ നിന്നെ വാങ്ങത്തില്ല? ഇങ്ങ മോശമൊന്നുമില്ല കേട്ടാ. പെൺകരുത്ത് ഓനെ ഒരു പരിപാടിക്ക് വിളിക്കാറില്ല. എന്താ മാനേജ് മാച്ച് ഇവരെല്ലാം ഡിസ്റ്റിങ്ഷൻ, ഇവരെല്ലാം ഡിസ്റ്റിങ്ഷൻ, ഇവര് ഫസ്റ്റ് ക്ലാസ്. എത്ര വെഡിങ്ങിന്റെ ആരെ വേണമെങ്കിൽ നീ വിളിച്ചോ, ഇവനെ ഏൽപ്പിക്കാൻ നിക്കണ്ട. കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ. ഇതിന്റെ അപ്പുറം എന്ത് കഴിക്കേണ്ടത്? ഈനിപ്പോ ജീവൻ ലഭിച്ച 5 മീൻ പായും. ഇനിയിപ്പോ വെഡിങ് ഈനത്തോടെ നിർത്തിക്കൊള്ളാം. ഇത് രണ്ടാമത്തെ ഭക്ഷണം വാങ്ങിച്ചിട്ട് എന്ത് പറയാനുള്ളത്? ഇന്നത്തെ ആർഭാട കല്യാണം നിർത്തണം. വെഡിങ് ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ടുള്ള ആഘോഷം പാടില്ല. ഏറ്റവും കുറവ് ഭക്ഷണം കഴിച്ച മനസ്സിൽ വിരല് ചോറായിട്ട് ഇതെടുത്തേ സമയം ഏതാണ്ട് 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾ അസൈനാനോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. അത് പറയാണ്ട് പറഞ്ഞോ. ഓക്കെ, പരിപാടിക്ക് വന്ന് സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയും നമസ്കാരം. പരിപാടി വിജയത്തിന് വേണ്ടി പ്രയത്നിച്ച മഹത് വ്യക്തികൾ, അവർക്ക് എന്റെയും കുടുംബത്തിന്റെ ലാസ്റ്റ് ഇന്ന് തന്നത് സംസം വെള്ളാണ്. നമ്മളെ ഉംറക്ക് പോയിട്ട് വന്ന യൂട്യൂബ് വഴി. അങ്ങനെ ആരിഫ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായി. അസൈനാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ പ്ലാൻ സക്സസ് ആയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അസ്നാറിനും ആരിഫക്കും എല്ലാവിധ ആശംസകളും. ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. मेरा रब है जहाँ है